നമസ്കാരം, അഭിലാഷേട്ടയാണ്. ശരിക്കും പൊട്ടനാണോ പെരേര? നീ പൊട്ടൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, തെളിയിച്ചു അല്ലേ? എടാ നാണാവൂലടാ ഇല്ലേ? നീ കല്യാണം കഴിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്, അതൊരു ദൈവ നിശ്ചയമാണത്. നീ കണ്ടന്റ് ഉണ്ടാക്കിയത് ഇങ്ങനെയാണോ? ഒരു പെണ്ണെ വിളിച്ചു വരുത്തിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വല്ല ഗുണമൊന്നുമില്ല, മനസ്സിലായില്ലേ? എടാ മോനെ, അത് കണ്ടന്റ് ഉണ്ടാക്കിക്കോ. അത് കഴിഞ്ഞിട്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ചാനലുകാരോട് പറഞ്ഞാൽ നിന്റെ പേജിൽ തന്നെ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞല്ല, ഫേക്ക് ആയിരുന്നു, കണ്ടന്റാണെന്ന് പറയാനുള്ള മാന്യതയാണികം. പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ, അവനോടൊരു കാര്യം പറയാം. എടാ നീ അവിടെ കൂടെ ആ ചെറുക്കനെ ഇതുകൊണ്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് പൊട്ടനാക്കല്ലേ കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ സമ്മതിക്കില്ലായിരുന്നുള്ള കാര്യം ഞാൻ പറയാമല്ലോ. ചുമ്മാ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ വന്ന് പറഞ്ഞേ, കുറേ ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞു. ഞാൻ പറയാം അവൻ്റെ നമ്പറിൽ വിളിക്കാട്ടാ, നമ്മളെല്ലാം വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, അച്ഛനും അമ്മയ്ക്ക് അറിയാണ്ടാണ് കല്യാണം, എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കണവൻ, എന്ത് പൊട്ടത്തരം കാണിച്ചത്, അവൻ പൊട്ടനാണോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യം പേരോട് പറയാം, ഇനി നീ കല്യാണം കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. പിന്നെ അത് മാത്രമല്ല, നീ കണ്ടന്റ് ആയിട്ട് കല്യാണം കഴിച്ചാൽ മാത്രം നിനക്ക് നടക്കുള്ളൂ എന്നാണ് ആൾക്കാർ പറയുള്ളത്. അത് കണ്ടന്റ്, അത് ഏതെങ്കിലും പെങ്കൊച്ചിനെ വിളിച്ചിട്ട് പൈസ കൊടുത്തിട്ട് നീ കല്യാണം കഴിക്കണ പോലെ വീഡിയോ ഇടുക, അതാണ് നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്നാണ് ആൾക്കാർ പറഞ്ഞത്. നാണാവില്ല നാറി നിനക്ക്. അല്ലെങ്കിൽ നിനക്ക് ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ കല്യാണം കഴിഞ്ഞില്ല എന്നുള്ളത്?